ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് വെളൂരി മീൻ കൊണ്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു 10 ചുവന്നുള്ളി, 2 കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 കഷ്ണം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം ഈ ചുവന്നുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചത് അതിലിട്ടൊന്ന് വഴറ്റണം. ഇപ്പോൾ ഏകദേശം വഴന്ന് ചെറുതായിട്ട് ചുമന്നിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങൾ അതിലേക്ക് ചേർത്ത് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റണം. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ആ പുളിയിലുള്ള കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് അത് ഒന്നും കൂടെ 1 മിനിറ്റ് വഴറ്റാം. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം ആ പുളിയോട് കൂടി ആ വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് ആ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 2-2.5 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കേണ്ടതുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തീ കൂട്ടി വെച്ച് തിളപ്പിക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ആ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. മീനെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളൊന്നും കൂട്ടിയതിന് ശേഷം അതൊന്ന് മൂടി വെച്ച് വേവിക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് വെള്ളം വറ്റണം. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് പാകത്തിന് വെള്ളം വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉലുവയുടെ പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഉലുവാപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആ ഉലുവാപ്പൊടി ഒന്ന് ആക്കി കൊടുക്കണം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ വിതറിയിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെളൂരി മീൻ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതേപോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി വാങ്ങി വെച്ച് കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ചാറ് കുറച്ചും കൂടെ കുറുകും. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കറി ഞാൻ കാണിച്ചു തരാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതുപോലെ കുറുകിയിട്ടുണ്ട്. വീണ്ടും ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ കറി ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക് യു.